അങ്ങനെ CJPയുടെ ഇത്രയും ദിവസത്തെ സമരത്തിന് ശേഷം ഒരു പാർലമെന്റ് മാർച്ച് നടക്കുകയാണ്. അക്രമാസക്തമൊക്കെ ആകുന്നുണ്ട്. ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഒന്ന്, ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിഷയം നീറ്റ് ക്രമക്കേടാണ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ച നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും അതുപോലെ തന്നെ CBSE റീവാല്യൂഷൻ പ്രതിസന്ധിയുമാണ് ഈ സമരത്തിന്റെ പ്രധാന കാരണമെന്നാണ് സമരക്കാർ പറയുന്നത്. നമ്മുടേതൊരു വലിയ രാജ്യമാണ്. തീർച്ചയായിട്ടും ക്രമക്കേടുകൾ ഉണ്ടാവാനേ പാടില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ അത് സംഭവിക്കാം. അതിന് നമുക്ക് എത്രയൊക്കെ മികച്ചതാണെന്ന് നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ പറഞ്ഞാലും വീഴ്ചകൾ സംഭവിക്കാം, അല്ലേ? സ്വാഭാവികമാണ്. അപ്പോ ഇത് മോദി ഗവൺമെന്റിന്റെ വലിയ പരാജയമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ലളിതമായ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയിൽ കണ്ടതാണ്. അതായത് ചോദ്യ പേപ്പർ മാറി നൽകിയതിന് പിന്നാലെ PSC പരീക്ഷ റദ്ദാക്കി എന്നൊരു വാർത്ത. ഉച്ചയ്ക്ക് 1:30 പരീക്ഷ എഴുതാനായിട്ട് ഉദ്യോഗാർത്ഥികൾ ഹാളിൽ കയറിയിരുന്ന ശേഷമാണ് പരീക്ഷ റദ്ദാക്കിയെന്ന് അധികൃതർ അറിയിച്ചത്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുമെന്നും പറയുന്നു. കാരണം എന്താണ്? കൊടുത്ത ചോദ്യ പേപ്പർ മാറിക്കൊടുത്തു എന്നാണ് പറയുന്നത്. കേരളം പോലെ എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, വിദ്യാഭ്യാസത്തിൽ വളരെ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഒരു ആലപ്പുഴ ജില്ലയിലെയോ മറ്റോ ഉള്ള ഒരു സ്കൂളിലെ പരീക്ഷാ സെന്ററിൽ ചോദ്യ പേപ്പർ മാറി നൽകിയിരിക്കുന്നു എന്ന്. അപ്പൊ ഇത് ഒരു ഗുരുതര വിഷയമല്ലേ? പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത് പരീക്ഷാ ഹാളിൽ കയറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ മാനസികമായി തളർത്തുന്നതല്ലേ? നമുക്കൊരു പരീക്ഷ ചോദ്യ പേപ്പർ മര്യാദയ്ക്ക് കൊടുത്ത് നടത്താൻ പോലും അറിയില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? അപ്പൊ ഇത് ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറയുകയാണോ വേണ്ടത്? അതോ ഇത് കുറെ കൂടി മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ട നടപടികളിലേക്ക് പോവുകയാണോ വേണ്ടത്? നീറ്റ് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർന്നതിനെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഇനിയിപ്പോൾ എന്ത് ന്യായം നിരത്തിയാലും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാവാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇതിന്റെ മറവില് രാജ്യവിരുദ്ധ ശക്തികളും അല്ലെങ്കിൽ മോദി വിരുദ്ധ ശക്തികളും ഒന്നിച്ചു നിന്ന് ഒരു ഭരണകൂട അട്ടിമറിക്ക് ശ്രമിക്കുന്നു എന്ന് അതിനുള്ള സൂചനകൾ കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അത് എണ്ണി തന്നെ ഓരോ കാര്യങ്ങളും പറയാം. ഞാൻ തീർത്ത് പറയുന്നില്ല ഇതിന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ ആളുകളും, പ്രതിഷേധിക്കുന്ന എല്ലാവരും രാജ്യവിരുദ്ധരാണെന്നോ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സമരത്തിൽ അങ്ങനെ സൂചിപ്പിക്കുന്ന ചില എലമെന്റുകളുണ്ട്. കാരണം നമ്മൾ ലോകത്ത് ഓരോ സ്ഥലത്തും റെജീം ചേഞ്ച് നടന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അതേ ചില സിംറ്റംസ് ഇവിടെയും കാണാൻ പറ്റും. ഏറ്റവും ഒടുവിലത്തെ ബംഗ്ലാദേശ് ഇൻസിഡന്റ് വെച്ച് തന്നെ നമ്മൾ എടുത്താൽ പോലും. അപ്പൊ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു, അസ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ, നീറ്റ് ചോദ്യ പേപ്പർ ചോരുന്നതും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ്. എത്ര പേരാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്? വളരെ ചെറിയൊരു ശതമാനമാണ്. കോടിക്കണക്കിന് വിദ്യാർത്ഥികളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. അപ്പോ പരീക്ഷ റദ്ദാക്കുമ്പോ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളെയും അല്ല അത് ബാധിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള കുറച്ച് കുട്ടികളെയാണ് അത് പ്രധാനമായി ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ ആളിക്കത്തേണ്ട ഒരു വിഷയമാണോ ഇത് എന്നത് ഓരോരുത്തരുടെയും യുക്തി അനുസരിച്ച് ചിന്തിക്കുക. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെങ്ങനെ ആളിക്കത്തിക്കുന്നിടത്താണ് പ്രശ്നം. ഇതിനകത്തൊരു അസ്വാഭാവികമായ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ട്. ഒരു സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രകടമായ പിന്തുണയില്ലാതെ വെറും ആഴ്ചകൾക്കുള്ളിൽ കോടിക്കണക്കിന് ആളുകളിലേക്ക് ഒരു ഹാഷ്ടാഗും പ്രസ്ഥാനവും എത്തിച്ചേരുന്നത് ഡിജിറ്റൽ യുഗത്തിൽ പോലും അസ്വാഭാവികമാണ്. ട്വിറ്റർ അല്ലെങ്കിൽ X.com, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലെ അൽഗോരിതങ്ങളെ കൃത്രിമമായി സ്വാധീനിച്ചും വിദേശങ്ങളിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ബോട്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ചും കൃത്രിമമായ ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കാൻ വലിയ തോതിൽ ഫണ്ടിംഗ് നടന്നിട്ടുണ്ടാകുമെന്ന് പല സൈബർ വിദഗ്ധരും സംശയിക്കുന്നുണ്ട്. 2, പരീക്ഷാ പേപ്പർ ചോർച്ച, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തുടങ്ങിയ വ്യക്തമായ ആവശ്യങ്ങളോടെയാണ് ഈ സമരം തുടങ്ങിയത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കളും ചില ആക്ടിവിസ്റ്റുകളും ഇതിലേക്ക് കടന്നു വന്നതോടെ ആവശ്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ ഉപരി നിലവിലെ ജനാധിപത്യ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സമരത്തെ വഴിതിരിച്ചു വിട്ടത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് സംശയിക്കുന്നത്. മറ്റൊന്ന്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന കൃത്യം ദിവസവും വിദേശത്ത് നിന്ന് ആക്ടിവിസ്റ്റുകളുടെ മടങ്ങിവരവും ലഡാക്ക് സമര നേതാക്കളുടെ സാന്നിധ്യവുമെല്ലാം ഒരേ സമയത്ത് ഒത്തുചേർന്നത് യാദർശികമല്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനും പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കുക എന്നതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കാവുന്നതാണ്. ചരിത്രത്തിൽ സമാനമായ ഭരണമാറ്റങ്ങൾ ഒരുപാട് ആഗോളതലത്തിൽ നടന്നിട്ടുണ്ട്. അറബ് വസന്തം തൊട്ടെടുത്താൽ ടുണീഷ്യയിലെ ഒരു തെരുവ് കച്ചവടക്കാരന്റെ ആത്മഹത്യയിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം സോഷ്യൽ മീഡിയ വഴി ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും പല രാജ്യങ്ങളിലേക്ക് പടരുകയാണ് ഉണ്ടായത്.
തുടക്കത്തിൽ ജനകീയ സമരമെന്ന് തോന്നിപ്പിച്ചെങ്കിലും CIA ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഏജൻസികൾ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭരണാധികാരികളെ മാറ്റാൻ ഈ ജനരോഷത്തെ ആയുധമാക്കുകയായിരുന്നുവെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് യുക്രൈനിലെ യൂറോമേഡൻ പ്രക്ഷോഭമാണ്. ഒരു കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പാശ്ചാത്യ ശക്തികൾ വലിയ തോതിൽ ഫണ്ട് ചെയ്യുകയും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉക്രൈൻ സർക്കാരിനെ അട്ടിമറിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ഒരാളെയാണ് ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ട് ഇരുത്തിയിരിക്കുന്നത്. സെലൻസ്കി വന്നതിന് ശേഷം ഉക്രൈൻ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. സെലൻസ്കിയുടെ യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ തകർക്കാൻ പാശ്ചാത്യ ലോകം ശ്രമിക്കുന്നതാണ് റഷ്യ-യുക്രൈൻ യുദ്ധം. ഇനി മറ്റൊന്ന്, ഇന്ത്യയിലെ കർഷക സമരം തന്നെ എടുക്കാം. നിയമങ്ങൾക്കെതിരെ കർഷകർ തുടങ്ങിയ സമരത്തിലേക്ക് വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ടിംഗ് എത്തിയതായിട്ട് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. വിദേശ ആക്ടിവിസ്റ്റുകൾ പങ്കുവച്ച ടൂൾ കിറ്റ് രേഖകൾ ഇന്ത്യയിൽ എങ്ങനെ ആസൂത്രിതമായി കലാപങ്ങൾ ഉണ്ടാക്കണമെന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കണമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു. ഇതിനു പിന്നിൽ ISI, ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന സർക്കാരിന്റെ പടിയിറക്കവും ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. വലിയ ജനപിന്തുണ ഉണ്ടായിരുന്ന ഷേഖ് ഹസീനയ്ക്ക് തുടർച്ചയായിട്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പുകളിലൂടെ അവരെ പുറത്താക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അട്ടിമറിയിലൂടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് പലപ്പോഴും ഇത്തരം സമരങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരു പയ്യനാണ്. ഇയാൾ തുടങ്ങുന്ന പേജിന് സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് കിട്ടുന്നു. അതായത് പ്ലാറ്റ്ഫോമുകൾ സ്വയം അതിനെ പ്രൊമോട്ട് ചെയ്യാണ്. ഞാൻ ആ സമയത്ത് വെറുതെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ പോലും, ആദ്യമായിട്ട് ഒരു ഇമെയിൽ ID-യിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്ന സജഷനാണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ തരത്തിൽ പരമാവധി പ്ലാറ്റ്ഫോമുകൾ ഈ ഒരു പേജിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമേരിക്കയിൽ ഇരുന്ന ഒരു പയ്യൻ ഒരു പേജ് തുടങ്ങുന്നു. ആ പേജിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടുന്നു. രാജ്യത്തിനകത്ത് വലിയ ചർച്ചയാവുന്നു. അവന് രാജ്യത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കളം ഇവിടെ ആരൊക്കെ ഒരുക്കുന്നു. അയാൾ ഇവിടേക്ക് വരുന്നതിന് ശേഷം അയാൾ വലിയ സമരം നടത്തുന്നു. അയാളുടെ കരച്ചിൽ നാടകം, വലിയ ധൈര്യശാലിയായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ചുമ്മാ ഇരുന്ന് സ്റ്റേജിൽ ഇരുന്ന് കരയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കരച്ചിൽ നാടകം, ക്ലീനിങ് നാടകം, ഫുഡ് കഴിക്കൽ നാടകം, നിരാഹാര നാടകം, ഇതെല്ലാം അരിയാഹാരം കഴിക്കുന്ന ഏത് കൊച്ചു പിള്ളേർക്കും മനസ്സിലാവും ഈ പയ്യൻ അഭിനയിച്ച് തകർക്കുകയാണെന്ന്. കാരണം ജെന്യുവിൻ ആയിട്ടുള്ള ഇമോഷൻസ്, ഫീലിങ്സ് ഇത് നമുക്ക് അറിയാം, നമുക്കത് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ. പക്ഷെ ഇതൊരു നാടകമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുകയാണ്. അത് ആ വീഡിയോകളുടെ കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഈ പയ്യൻ വരുന്നു, സമരം തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരാൾ വരികയാണ്, സോനം വാങ്ചുക്. ഈ സോനം വാങ്ചുക് ആരാണെന്ന് അറിയുമ്പോഴാണ് ലഡാക്ക് കലാപം ആസൂത്രണം ചെയ്ത ആളാണെന്ന് മനസ്സിലാവുന്നത്. 2021 മുതൽ 2024 വരെ ചെറിയ തോതിൽ ആരംഭിച്ച ലഡാക്കിലെ സംഘർഷം അല്ലെങ്കിൽ സമരം 2025 ആകുമ്പോൾ ആള് കത്തുകയും ഒടുവിൽ പോലീസ് വെടിവെപ്പിലേക്ക് പോവുകയും 4-5 ചെറുപ്പക്കാർ മരിക്കുകയും ഈ സോനം വാങ്ചുക് ജയിലിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ അവിടുത്തെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ലഡാക്കിന് എല്ലാ സ്വയംഭരണ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യയെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കമാണ് ലഡാക്കിൽ ഈ സോനം നടത്തിയിട്ടുള്ളത്. അയാളുടെ അന്നത്തെ സമരത്തിന്റെ ആവശ്യം അതായിരുന്നു. സംസ്ഥാന പദവി എന്നത് ന്യായമായി നമുക്ക് തോന്നും. അന്ന് അയാൾ ലഡാക്കിന് സംസ്ഥാന പദവി വേണമെന്ന് പറഞ്ഞു. 3-4 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ചൈനയും അപ്പുറം ഇപ്പുറം കിടക്കാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രദേശം. അവിടെ നമുക്ക് പൂർണ്ണമായി സംസ്ഥാന പദവി കൊടുക്കുക പ്രായോഗികമാണോ എന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇയാൾ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം തുടങ്ങുന്നത്. അതിനുശേഷം ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തി ലഡാക്കിലെ ഗോത്രവർഗ സംസ്കാരം, ഭൂമി, പരിസ്ഥിതി എന്നിവ സംരക്ഷിക്കാൻ പ്രാദേശിക കൗൺസിലുകൾക്ക് സ്വയംഭരണ അവകാശം കൂടെ കൊടുക്കണമെന്നാണ് ഇയാൾ പറഞ്ഞത്. ലഡാക്കിലെ ജനസംഖ്യയിൽ 97% ഗോത്ര വിഭാഗങ്ങളാണ്. അതിനേക്കാൾ നല്ലത് അയാള് ലഡാക്കിനെ ഒരു രാജ്യമാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു നല്ലത്. അപ്പൊ ഇയാളുടെ ഒക്കെ ഒരു വിഘടനവാദ ചിന്താഗതി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ സോനം എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധത്തിലേക്ക് വരുന്നു. അതിന് പിന്നാലെ പതിയെ കെജ്രിവാൾ വരുന്നു, ആക്ടിവിസ്റ്റുകൾ വരുന്നു, പ്രകാശ് രാജ് വരുന്നു. അതായത് കാലാകാലങ്ങളായിട്ട് മോദി ഗവൺമെന്റിനെ എതിരെ നിന്നിട്ടുള്ള ഓരോരുത്തരായിട്ട് സമരത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് കളമൊരുക്കുകയാണ് ഒരു വലിയ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു സംഗതിയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായി നടക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ജനങ്ങൾക്ക് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാം, പ്രതിഷേധിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ 4-3-7 പേര് ചേർന്ന് പുറത്താക്കാം എന്ന് വ്യാമോഹിക്കുന്നത് തെറ്റല്ലേ?
മോദി ഗവൺമെന്റ് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. ആ ഒരു ഗവൺമെന്റിന് എങ്ങനെയാണ് അധികാരത്തിൽ നിന്ന് പുറത്തു പോവേണ്ടത്? അടുത്തൊരു തെരഞ്ഞെടുപ്പിലൂടെയാണ്. അല്ലാതെ ഈ രാജ്യത്ത് 145 കോടി ജനങ്ങളുണ്ട്. അതിലൊരു 10 ലക്ഷം പേരെങ്കിലും മോദി എതിർക്കുന്നവരുണ്ടെന്ന് വിചാരിച്ചോ. ഈ 10 ലക്ഷം പേര് ഒന്നിച്ച് ഡൽഹിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഡൽഹിയിൽ സ്ഥലമുണ്ടാവില്ല. അത്രയും നമുക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും. ഈ 10 ലക്ഷം പേര് പറയാണ് മോദിയെ പുറത്താക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യം മുഴുവൻ പറയുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരാളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് അവസരമുള്ളത്. അതുവരെ ആ ഭരണകൂടത്തെ ഭരിക്കാൻ അനുവദിക്കണം. ഭരണകൂടത്തോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കോടതികളുണ്ട്, മാന്യമായ സമരങ്ങളും പ്രതിഷേധങ്ങളും ആകാം. പക്ഷേ മോദിയെ താഴെ ഇറക്കും, അല്ലെങ്കിൽ ഇന്ന മന്ത്രി രാജിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ജനസംഖ്യയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് 4-3-7 പേര് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരല്ല. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് തെരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ആ സർക്കാരിൽ തെറ്റുകൾ പറ്റിയാൽ അവരുമായിട്ട് ചർച്ചകൾ നടത്താം, പ്രതിഷേധങ്ങളാകാം, എല്ലാം ആകാം. പക്ഷെ ജനാധിപത്യ വിരുദ്ധമായിട്ട് ബംഗ്ലാദേശ് മോഡൽ അട്ടിമറി സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടെ പലരും ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഇതിനകത്തുള്ള ഇടപെടൽ സംശയാസ്പദമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.